എൻ.എം. വിജയൻ ആത്മഹത്യയെക്കുറിച്ച് സൂചന നൽകി എഴുതിയ മറ്റൊരു കത്ത് ലഭിച്ചിരുന്നതായി കെ സുധാകരൻ. എന്നാൽ അത് ആ സമയത്ത് വായിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ എൻ.എം. വിജയന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. ഈ കത്തിന്റെ വിവരങ്ങൾക്കായാണ് അന്വേഷണ സംഘം കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതേസമയം ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണനെ നാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ND അപ്പച്ചന്റെയും KK ഗോപിനാഥന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. അനൂപ് KR നൽകും സമഗ്രമായ റിപ്പോർട്ട്. എൻ.എം. വിജയൻ ആത്മഹത്യക്ക് മുൻപ് ഒരു കത്ത്, ആത്മഹത്യയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കത്ത് കെ സുധാകരൻ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമായിരുന്നു സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പോലീസിൽ ആ കത്ത് സംബന്ധിച്ച വിവരമുണ്ട്. ആ കത്ത് ലഭിച്ചു. ഇന്നൊരു ഡ്രാഫ്റ്റ് പോലെയാണ് ആ കത്തുള്ളത് പോലീസിന്റെ കയ്യിൽ. അതിൽ ആ കത്തിന്റെ പകർപ്പ് കെ സുധാകരന് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് പോലീസ് ഏതായാലും നടത്താൻ ഉദ്ദേശിക്കുന്നത്. അന്വേഷണ സംഘം ആ വിധത്തിൽ കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയുമാണ്. ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇന്ന് കെ സുധാകരൻ നൽകുകയുണ്ടായി. ഈ ആത്മഹത്യയെക്കുറിച്ച് KPC നേതൃത്വം അല്ലെങ്കിൽ കെ സുധാകരന് KPC പ്രസിഡന്റിന് നേരത്തെ അറിയാമായിരുന്നു. മരണത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് ഒരു സ്ഥിരീകരണമായിരുന്നു. അത് ഏതായാലും ഇന്ന് എൻ.എം. വിജയന്റെ വീട് സന്ദർശിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഈ കാര്യം സംബന്ധിച്ച് നേരത്തെ ഒരു കത്ത് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞത്. ആത്മഹത്യയെ സൂചിപ്പിക്കുന്ന ഒരു കത്ത് താങ്കൾക്ക് 2022 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് സൂചിപ്പിക്കുന്നത് KPC നേതൃത്വത്തിന് എൻ.എം. വിജയന്റെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും അതുപോലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തേക്കുമെന്ന വിവരത്തെക്കുറിച്ചുമുള്ള വിവരം അല്ലെങ്കിൽ സൂചന നേരത്തെ തന്നെ അവർക്ക് ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ നടപടിയെടുത്തില്ല. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തമായ പ്രതികരണമാണ് കെ സുധാകരൻ ഇന്ന് എൻ.എം. വിജയന്റെ വീട്ടിലെത്തിയപ്പോൾ നടത്തിയത്. 2022 ഒരു കത്ത് കിട്ടിയായിരുന്നു. ഈ തനിക്ക് മരണത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് സൂചിപ്പിച്ച് 2022 എനിക്കൊരു ലെറ്റർ കിട്ടിയിരുന്നു. ആ ലെറ്റർ പക്ഷേ ഞാൻ ആ സമയത്ത് വായിച്ചിട്ടില്ല. അത് 2022 അത് അല്ല 22 അല്ല, അതിന് മുമ്പ്. അതേസമയം ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണനെ നാളെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ ചില കർശന വ്യവസ്ഥകൾക്ക് വിധേയമായിരുന്നു ആ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തെ സമയബന്ധിത കസ്റ്റഡിക്ക് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ കേസിലെ 1, 2, 3 പ്രതികൾ ഹാജരാകണമെന്ന നിർദ്ദേശം കോടതി വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ IC ബാലകൃഷ്ണൻ ഈ നിയമസഭാ കാലയളവ്, പ്രത്യേകിച്ച് ആ നിയമസഭാ കാലയളവിന്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഇളവ് കോടതി അനുവദിച്ചിരുന്നു. ഏതായാലും നാളെ മുതൽ ശനിയാഴ്ച വരെയുള്ള 3 ദിവസങ്ങളിൽ തുടർച്ചയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നാണ് IC ബാലകൃഷ്ണൻ അറിയിച്ചത്. അല്ലെങ്കിൽ ആ വിധത്തിലാണ് ചോദ്യം ചെയ്യൽ ഈ വിധം നടക്കുന്നത്. പ്രധാനപ്പെട്ടത് IC ബാലകൃഷ്ണൻ ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ MLA ഓഫീസ് ഉൾപ്പെടെയുള്ളവയിൽ പരിശോധന നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ, അതായത് DCC പ്രസിഡന്റ് ND അപ്പച്ചനെ കൊണ്ടുവന്ന് ബത്തേരിയിൽ നിന്ന് DYSP ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നീട് കൽപ്പറ്റയിൽ DCC ഓഫീസിലെത്തി ചോദ്യം ചെയ്യുകയും മറ്റുമുണ്ടായിരുന്നു. KK ഗോപിനാഥനെയും ആ വിധത്തിൽ അദ്ദേഹത്തിന്റെ വീട് പരിശോധിച്ച വിവിധ രേഖകളും മറ്റും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ആവശ്യമെങ്കിൽ IC ബാലകൃഷ്ണനെയും ആ വിധത്തിൽ തെളിവെടുപ്പിന് MLA ഓഫീസിലും അതോടൊപ്പം അദ്ദേഹത്തിന്റെ വസതിയിലും മറ്റും എത്തിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും IC ബാലകൃഷ്ണനും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുകയാണ്. നാളെ രാവിലെ മുതൽ 3 ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലുണ്ടാകും. സമയബന്ധിത കസ്റ്റഡിയാണ് അദ്ദേഹത്തിനും കോടതി നിർദ്ദേശിച്ചത്. ഏതായാലും സുപ്രധാനമായൊരു ഘട്ടത്തിലേക്ക്, അന്വേഷണ ഘട്ടത്തിലേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എൻ.എം. വിജയന്റെ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണ സംഘം നീളുകയാണ്. നേരത്തെ KK ഗോപിനാഥന്റെയും അതോടൊപ്പം ND അപ്പച്ചൻ DCC പ്രസിഡന്റിന്റെയും ഈ കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ കോടതി അനുവദിച്ച കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. ഏതായാലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. IC ബാലകൃഷ്ണന്റെ നിർണായക ചോദ്യം ചെയ്യൽ നാളെ നടക്കും.